ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഷവർമയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടം. നല്ല കിഡിലിനായിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഷവർമ ഉണ്ടാക്കുന്ന പോലെ മെനക്കെടൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കണ്ണൂരിലൊക്കെ പാർട്ടികളിലൊക്കെ കിട്ടുന്നതാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കണ്ണൂർ ഏരിയയിലുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് അരി ഒന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടാകുന്നു. ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്തിയാൽ മതി. ഞാൻ രാത്രി വെച്ചെന്നേ ഉള്ളൂ. പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളം മുഴുവൻ കളയണം. ഒട്ടും വെള്ളമില്ലാതെ മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. അളവുകളെല്ലാം കറക്റ്റായാലും ഇത് റെഡിയായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. ഇതാദ്യം നമ്മൾ മുട്ടസിറക്ക ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട്, വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ 1/4 കപ്പ് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ചില അരിക്ക് ചിലപ്പം വെള്ളം ഇത്തിരി കൂടുതൽ വേണ്ടി വരും, വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. പച്ചരിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ്, അരക്കപ്പ് വേണ്ടി വരില്ല, ഒരു 1/4 കപ്പൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാൻ നോക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ലൂസായി പോരുത്. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർക്കുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലോ കുഞ്ഞു പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ചിക്കൻ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞ ഓയിലിൽ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ അരിയൊക്കെ അരക്കുന്നതിന് മുമ്പ് ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടസുർക്ക ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മളിത് ചുടാനായിട്ട് ഇവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ വേണം. അതേപോലെ തന്നെ തീ ഫുൾ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഒഴിക്കുമ്പോൾ ഇരിക്കാനായിട്ട്. നല്ല ചൂടിൽ വേണം നമ്മളിത് ഒഴിക്കാൻ, എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ പൊങ്ങി വരും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നതിന് ശേഷം തീ ഒരു മീഡിയത്തിലോട്ട് മാറ്റണം, മറന്നു പോകരുത്, ഇല്ലേ ഉള്ളിൽ വേവില്ല. എന്നിട്ട് മുകളിൽ ഇതുപോലെ എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മേൽഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ശരിയല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് അത് മേൽഭാഗം പൊട്ടി അതിനകത്ത് നിന്ന് മാവ് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം നന്നായിട്ട് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തേത് എടുത്തതിന് ശേഷം തീ വീണ്ടും കൂട്ടി വെക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തേത് ഒഴിക്കാനായിട്ട്. അത് മറന്നു പോരുത്. അപ്പോൾ നമുക്കിതെടുത്ത് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഒഴിച്ചിട്ടുണ്ട്. ഒഴിക്കുമ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണയൊന്ന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുട്ടസിറക്കൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, 2 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കാണുന്നില്ല, ഇത് ചെയ്താലും മതി. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടുള്ള വെന്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡ് റെഡി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് വാർത്തി കളഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ എണ്ണയൊക്കെ പൊക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി ഇതിനകത്തുള്ള ഫില്ലിങ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്യാപ്സിക്കം, തക്കാളി, അതേപോലെ തന്നെ സവാള എല്ലാം ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയണൈസാണ്. 1 മുട്ടക്കുള്ള മയണൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു കത്തിയോ കത്രികയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഹോൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പോക്കറ്റ് ഷവർമയൊക്കെ ചെയ്യില്ലേ, ഏകദേശം ആ ഒരു രീതിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് പകുതി ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പൊള്ളയായിട്ട് അതേപോലെ തന്നെ നല്ല ആരൊക്കെ വന്നിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും, ഉള്ളിലൊക്കെ നന്നായിട്ട് ആരൊക്കെ വന്ന മാതിരിയാണ് ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ കിട്ടണം, നന്നായിട്ട് വെന്താലേ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മയണൈസ് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
ഇതെന്തെങ്കിലും ചെറിയ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് മയണൈസ് എല്ലായിടെയും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ലെയർ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ആദ്യം തക്കാളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഒരു ലെയർ പോലെ ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് 2 ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 2 തിന്നുമ്പോൾ തന്നെ വയറ് നല്ല ഫില്ലാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മയണൈസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫില്ല് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ ആദ്യം ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, അതിനുശേഷം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുക്കുംബറൊക്കെ എടുക്കാം. അപ്പോൾ ക്യാപ്സിക്കും തക്കാളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മയണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മയണൈസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി ആകുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവട്ടെ. ഇവിടെ മോന് നല്ല ഇഷ്ടമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അതിനേക്കാളും എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു ബ്രെഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമുക്കിതിനകത്തോട്ട് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ചിക്കനും അതേപോലെ തന്നെ എല്ലാം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് മയണൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെയറിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.